കൊല്ലത്തും ഷിഗല്ല സ്ഥിരീകരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ഷിഗല്ല സ്ഥിരീകരിച്ചു 2 വിദ്യാർത്ഥികൾക്കാണ് രോഗം പിടിപെട്ടത്. ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ വയനാട്ടിൽ രോഗബാധയുണ്ടായപ്പോൾ കൃത്യമായ കണക്കില്ലാതെ ഇരുട്ടിൽ തപ്പുന്നതിനിടെയാണ് ഇപ്പോൾ കൊല്ലത്തും ഷിഗല്ല രോഗം ബാധിച്ചു. 2 പേർക്ക് രോഗം ബാധിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. കൃത്യമായി അതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. രാജ്കുമാർ, കൊല്ലത്തുകൂടി ഷിഗല്ല വരുമ്പോൾ വളരെ കൃത്യമായി തന്നെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധിതരുണ്ട്, രോഗത്തിനുള്ള സാധ്യതകൾ ഉണ്ട്, സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് രോഗം എങ്ങനെ പിടിപെട്ടു, എവിടെയാണ് ഇവർ പഠിക്കുന്നതെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ടാകാം. ഏതായാലും ആരോഗ്യവകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ, ഏതെങ്കിലും വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ടോ? 2 പേർക്ക് മാത്രമേ രോഗം ബാധിച്ചിട്ടുള്ളൂ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്ക ഉയരുന്നത്. നമുക്കറിയാം, നേരത്തെ വയനാട്ടിൽ ആദ്യം 2 പേർക്ക് മാത്രമാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നിരവധി പേർക്ക്, ഒരു സ്കൂളിൽ തന്നെയുള്ള 400ഓളം വിദ്യാർത്ഥികൾക്ക് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നു. പിന്നീട് ഓരോ ദിവസങ്ങളിലായി 58 പേർക്ക് വരെ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച ഒരു സാഹചര്യം അറിയുകയും ചെയ്യുന്നു. എന്താണ് കൊല്ലത്തെ ഒരു സാഹചര്യം? നിലവിൽ ആരോഗ്യവകുപ്പ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഇത് സംബന്ധിച്ച്? ഏതായാലും ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് കൊല്ലം ജില്ലയിലും ഷിഗല്ല സ്ഥിരീകരിച്ചു എന്നതാണ്. 2 വിദ്യാർത്ഥികൾക്കാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇവർ ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എവിടെ നിന്നാണ് രോഗബാധ ഉണ്ടായത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പ് അതുമായി ബന്ധപ്പെട്ട അധികൃതരാണ് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. ഏത് ഭാഗത്താണ് രോഗബാധ, ഏത് പ്രദേശത്താണ് രോഗബാധ ഉണ്ടായതെന്ന് സംബന്ധിച്ച കൂടി വിവരങ്ങൾ അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ആത്യന്തികമായി നൽകാൻ കഴിയുന്നത് 2 പേർക്ക് കൊല്ലം ജില്ലയിൽ ഷിഗല്ല, വയനാടിന് പിന്നാലെ കൊല്ലത്ത് 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരങ്ങളാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ 2 പേരും ചികിത്സയിലാണ്, 2 വിദ്യാർത്ഥികളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്കുമാർ, എന്താണ് വിവരങ്ങൾ നൽകാനുള്ളത്? രോഗം ബാധിച്ചവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആരോഗ്യവകുപ്പ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? കുട്ടിക്ക് 8 വയസ്സും. ഈ 2 പേരും കൊല്ലം കോർപ്പറേഷൻ്റെ പരിധിയിലുള്ളവരാണ്. ഒരു കുട്ടി കൊല്ലം കോളേജ് ഡിവിഷൻ്റെ പരിധിയിലും. ഇവർ 2 പേരിൽ ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റൊരു കുട്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരം എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. 2 പേരും ICUയിൽ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൻ്റെ അവരുടെ മേൽനോട്ടത്തിലാണ്. ഇവർക്ക് നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കൂടുതൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളൊരു മോണിറ്ററിങ് തുടരുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ പറഞ്ഞതുപോലെ തന്നെ പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ അത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും പൂർണ്ണമായും നടക്കുന്നില്ല. മഴക്കാലം ശക്തിപ്പെട്ടതോടുകൂടി അതെല്ലാം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. രാജ്കുമാർ, ഈ 2 വിദ്യാർത്ഥികൾ നേരത്തെ രാജ്കുമാർ പറഞ്ഞ പോലെ കോർപ്പറേഷൻ പരിധിയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റിടങ്ങളിലേക്ക് മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾ ലക്ഷണവുമായി എത്തിയിട്ടുണ്ടോ? ഇതിൽ ആദ്യം അറിയേണ്ടത് വിവരങ്ങൾ കൃത്യമായി മാധ്യമങ്ങൾക്കടക്കം ആരോഗ്യവകുപ്പ് നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വയനാട്ടിലടക്കം വിവരങ്ങൾ പോലും ഇല്ലാതെ തപ്പുന്ന മന്ത്രിമാരെ കണ്ടതാണ്. ഇവിടെ 2 പേർക്ക് മാത്രമേ രോഗം ബാധിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് രോഗം പിടിപെട്ടത്, ഏത് മേഖലയിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ഏതെങ്കിലും പ്രാഥമിക വിവരങ്ങൾ നൽകുന്നുണ്ടോ മാധ്യമപ്രവർത്തകർക്ക്? DMO ഓഫീസിൽ പലവട്ടം ബന്ധപ്പെട്ടു. DMO ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല. ഓഫീസിൽ മറ്റുള്ളവർ ഇതിൻ്റെ വിവരങ്ങൾ തങ്ങളുടെ പക്കൽ ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഇതൊന്നും തന്നെ എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുകയാണ്. നിങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്ന എന്തിന് എന്നൊരു ചോദ്യം മാത്രമാണ് തുടർച്ചയായി പറയുന്നത്. എന്നാൽ ഇതെല്ലാം തടയുന്നതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലോ നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ആശങ്ക ഉണ്ടാകുന്നതിൻ്റെ കാരണവും അടിസ്ഥാനവും ഇത് തന്നെയാണ്. ജാഗ്രത പാലിക്കുന്നുണ്ട് നിരവധി. അതായത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ ഈ 2026 കൊല്ലം ജില്ലയിൽ 2 പേർക്ക് മുതിർന്നവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ മുക്തരായി അവർ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റുള്ളവർക്ക് ഇത് പടരാനുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിലവിൽ ഈ കോളേജ് ഡിവിഷനിലും കോർപ്പറേഷൻ്റെ മറ്റൊരു ഡിവിഷനിലും ഈ 2 സ്ഥലങ്ങളിലും പ്രതിരോധ നടപടികൾ പൂർണ്ണതോതിൽ ഇനിയും ആരംഭിക്കാനായിട്ടില്ല. ശരി രാജ്കുമാർ, ഏതായാലും നിലവിൽ രാജ്കുമാർ പറഞ്ഞതുപോലെ തന്നെ വിവരങ്ങൾ നൽകാൻ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് പോലും കഴിയാത്ത സാഹചര്യം. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മഴക്കാലം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തതാണ് രോഗം പിടിപെടാൻ ഇടയാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പിന് പോലും ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് പോലും കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു സിസ്റ്റം തകരാറിലായിരിക്കുന്നു എന്നാണ് ഈ വിവരങ്ങൾ. കൊല്ലത്ത് ഷിഗല്ല പടർന്നു പിടിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പടർന്നു പിടിക്കുന്നു. 2 പേർക്ക് പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് പിടിച്ചിട്ടുണ്ട്, ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല.